അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രയാസങ്ങൾ തീർന്നു കിട്ടിയ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേർ ആ വീഡിയോ കണ്ടിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ അതിൽ പറഞ്ഞിരുന്നു, എനിക്ക് മനസ്സിന് സന്തോഷം കിട്ടിയത് അവിടത്തേക്ക് നേർച്ച വെച്ചു യാസീൻ ഞാൻ ഓതിയത് കൊണ്ടാണ് എൻ്റെ മനസ്സിലെ പ്രയാസം, ആ ഒരു വിഷമം മാറിക്കിട്ടിയത് എന്ന്. അപ്പോൾ കുറേ പേർ കമൻറ്റിലായിട്ടും ഫോൺ വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ എപ്പോഴാണ് നിങ്ങൾ ഓതിയത് ഒരുമിച്ചായിരുന്നു ഓതി തീർത്തത്, ഫാത്തിഹ ഓതിയാൽ മതിയോ അല്ലെങ്കിൽ യാസീൻ തന്നെ ഓതണോ, നിങ്ങൾ ഓതിയത് 13 തവണ അത്ര തന്നെ ഓതണോ എന്നൊക്കെ. ഞാൻ അന്ന് ഓതിയത് എനിക്ക് ഓതാൻ കഴിയുന്നതാണ്. ഞാൻ അന്ന് എന്നോട് ആരും പറഞ്ഞു തന്നതുമല്ല, ഞാനൊരു എണ്ണം വെച്ചിട്ട് അന്ന് നേർച്ച ചെയ്ത് ഓതിയതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് എനിക്ക് അൽഹംദുലില്ലാ ഒരു ദിവസം കൊണ്ട് തന്നെ അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. ഞാൻ ഓതിയത് അന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ എണ്ണവുമൊക്കെ. ഞാൻ ഓതിയതിൻ്റെ എണ്ണമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എത്രയാണോ ഓതാൻ കഴിയുക അത് നിങ്ങൾക്ക് ഓതിയാൽ മതി. ഓരോരുത്തർക്ക് സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ ഓതി തീർക്കാൻ പറ്റുക അത് നിങ്ങൾ ഓതുക. അത് നിങ്ങൾക്ക് യാസീൻ ഓതാൻ പറ്റുന്നില്ലെങ്കിൽ ഫാത്തിഹയാണോ നിങ്ങൾ ഓതുന്നത് അങ്ങനെയും ഓതാട്ടോ. യാസീൻ നിങ്ങൾക്ക് ഓതാൻ കഴിയില്ല എങ്കിൽ ഫാത്തിഹ ഇത്ര എണ്ണം അനുസരിച്ച് ഓതി തീർക്കാൻ ഞാൻ നേർച്ച വെക്കുന്നു എന്ന് മനസ്സിൽ കരുതിയിട്ട് അങ്ങനെ ഓതി തുടങ്ങിയാൽ മതി. ഞാൻ 13 യാസീൻ ഒറ്റ ഇരുപ്പിലിരുന്ന് തന്നെയായിരുന്നു ഓതിയത്. ഒറ്റ ഇരുപ്പിൽ എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ആയിരുന്നു ഇത് ഓതാൻ എൻ്റെ മനസ്സിൽ ഞാൻ കരുതിയത്. അന്ന് രാത്രിയാണ് ഞാൻ ഓതി തീർത്തത്. എൻ്റെ വേദന, ആ ഒരു പ്രയാസം, എൻ്റെ ആ വേദന മനസ്സിൽ, ആ പ്രയാസത്തോടെ ആയിരുന്നു അന്ന് ഞാൻ ഓതിയത്. അതായത് ഓരോരുത്തർക്ക് വരുന്ന ആ പ്രയാസം നമുക്ക് അത്രത്തോളം മനസ്സിന് ഭയങ്കര പ്രശ്നം, ഭയങ്കര പ്രയാസമൊക്കെ വരുന്ന ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ടെൻഷനായിരുന്നു എനിക്ക്. ആ ഒരു ടെൻഷനോടെ, ആ പ്രയാസത്തോടെ, കണ്ണീരോടെ ആയിരുന്നു ഞാൻ ഓതി തീർത്തിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ അതുകൊണ്ടായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് അതിനുള്ള ഉത്തരം പെട്ടെന്ന് തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അന്ന് രാത്രി തന്നെ അതിൻ്റെ ഉത്തരം ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് അല്ലാഹു സാധിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ. അങ്ങനെയായിരുന്നു ഞാൻ ഓതിയത്. 13 യാസീനായിരുന്നു കേട്ടോ ഞാൻ ഓതിയത്. നിങ്ങൾ അതന്നെ ഓതണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതിലും പറഞ്ഞത് ഞാൻ ഓതിയ എണ്ണമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് 13 യാസീനോ അല്ലെങ്കിൽ നിങ്ങൾ 1013 ഫാത്തിഹ അല്ലെങ്കിൽ 1000 ഫാത്തിഹ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എത്രയാണ് ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഓതി തീർക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാവിലെ തുടങ്ങി രാത്രിയായിരുന്നു അത് ഓതി തീർത്തത്. അന്ന് രാത്രി തന്നെ എൻ്റെ ആ ഒരു കാര്യം അല്ലാഹു എനിക്ക് നടത്തി തന്നിട്ടുമുണ്ടായിരുന്നു. എനിക്കാരും പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ഇത് ഓതിയത്. എൻ്റെ ഒരു വിശ്വാസത്തോടെയാണ് ഞാനത് ഓതിയിരുന്നത്. ഇപ്പോഴും ഞാൻ അവിടേക്ക് യാസീൻ ഓതിയില്ലെങ്കിലും എന്നും എനിക്ക് യാസീൻ ഓതാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഒരു ഫാത്തിഹ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും അവിടത്തേക്ക് ഞാൻ ഓതാറുണ്ട്. എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും അവിടത്തേക്ക് ഒരു യാസീൻ ഓതാൻ എനിക്ക് ഒന്നും കഴിയില്ല. ഞാൻ എല്ലാ ദിവസവും ഫാത്തിഹ എങ്കിലും, എന്നാലും ഞാൻ യാസീൻ മഗ്‌രിബിന് കൂടുതൽ ദിവസവും ഓതാറുണ്ട്. ഇനി എന്തെങ്കിലും തിരക്ക് അങ്ങനത്തെ കാര്യമുണ്ടെങ്കിൽ മാത്രം ഓതാൻ കഴിയാറില്ല. ഞാൻ എല്ലാ 5 വക്ത് നിസ്കാരത്തിൻ്റെ ശേഷവും മടവൂര് ഉസ്താദിൻ്റെ അടുക്കലേക്ക് ഞാൻ ഫാത്തിഹ എല്ലാ നിസ്കാരത്തിന് ശേഷവും ഓതാറുമുണ്ട്. അതുപോലെ മാസത്തിൽ ഒരു തവണയെങ്കിലും ഞാൻ മടവൂരിലേക്ക് പോവാറുമുണ്ട്. നല്ല ഫലം കിട്ടും. നാം അവിടത്തേക്ക് നേർച്ച വെച്ച് ഓതിയാൽ ഫാത്തിഹ ആണേൽ അങ്ങനെ ഓതാം. അന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഓതിയ യാസീനാണ് കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നത്, ഒരുപാട് പേർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, എത്ര എണ്ണമാണ് ഓതേണ്ടത്, ഏത് സമയത്താണ് ഓതേണ്ടത്. അതാണ് വീണ്ടും അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ അവിടത്തേക്ക് നമ്മൾ തുണിയൊക്കെ വാങ്ങി മൂടുന്നതും നല്ലതാണ്. അവിടെ ഉണ്ടാവും, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഉണ്ടാവും, തുണി ഉണ്ടാവും, അതുപോലെ പട്ടുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം, ഒരു പ്രയാസം, എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള ഒരു ടെൻഷനൊക്കെ വന്നിട്ട് ആകെ ഒരു എന്തോ ഒരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഒന്നിനും ഒരു പൂതിയില്ല, ഒന്നിനും കിടക്കാൻ തന്നെ തോന്നുക, അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ ഒക്കെ വരുമ്പോൾ അവിടെ പോയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് 3 യാസീനൊക്കെ ഓതി, അതുപോലെ തന്നെ നിങ്ങളൊരു തുണിയോ അല്ലെങ്കിൽ ഒരു പട്ടൊക്കെ വാങ്ങിയിട്ട് മൂടുക. അതൊക്കെ ഭയങ്കര ഫലമാണ്.
ഞാൻ ചെറുതാവുന്ന സമയത്തൊക്കെ എൻ്റെ ഉമ്മൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉമ്മ മടവൂരിലേക്ക് പോകുമ്പോൾ എന്നെയും കൂട്ടി പോവാറുണ്ട്. അങ്ങനെയാണ് എനിക്ക് അവിടെ അത്രക്കും ഒരിതായത്. എൻ്റെ ഉമ്മൻ്റെ കൂടെ ചെറുപ്പത്തിലേ പോകുന്നൊരു സ്ഥലമാണത്. ചെറുതാവുന്ന സമയത്തേ ഞാൻ അങ്ങോട്ട് പോവാറുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഇല്ലാത്ത പ്രശ്നമൊക്കെ വന്നപ്പോൾ ഞാൻ അവിടത്തേക്ക് യാസീൻ നേർച്ചയാക്കിയതും എനിക്ക് ആ ഒരു സ്ഥലമാണ്. എനിക്കൊരു വിഷമം വന്നപ്പോൾ അങ്ങോട്ടാണ് എനിക്ക് പെട്ടെന്ന് അള്ളാഹു അവിടത്തേക്ക് യാസീനോദി ദുആ ചെയ്താൽ അള്ളാഹു അതിനുള്ള ഉത്തരം പെട്ടെന്ന് തരുമല്ലോ, അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നത്. അപ്പം അങ്ങോട്ട് അവിടത്തേക്ക് യാസീൻ ഓതിയിട്ട് അള്ളാഹുവിനോട് ഞാൻ ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് അൽഹംദുലില്ലാ അതിനുള്ള ഫലം അള്ളാഹു കാണിച്ചു തരികയും ചെയ്തു. ഇത് ഓതാൻ നമ്മൾ എന്തെങ്കിലും ഒരു പ്രയാസം, മാനസികമായൊരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു കാര്യം നേടിയെടുക്കണം, എന്തെങ്കിലും അങ്ങനെയൊക്കെ ഒന്ന് വരുന്ന സമയത്ത് നേർച്ചയാക്കി നിങ്ങൾ തഖ്വയോടെ വിശ്വാസത്തോടെ അത് ഓതി തീർക്കുക. തീർച്ചയായും അതിന് ഉത്തരം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാട്ടിത്തരുന്നതാണ്. കുറേ ആൾക്കാർ ഒരു കാര്യം ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ഇന്ന് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ അതുപോലെ പൈസയൊക്കെ നേർച്ച വെച്ചുകൊണ്ട് അവിടത്തേക്ക് നേർച്ച ചെയ്യുക. എന്തെങ്കിലും പൈസയൊക്കെ നേർച്ച ചെയ്യുക. അതുപോലെ അവിടെ പോയിട്ട് യാസീൻ ഓതുക. എന്നിട്ട് അവിടെ തുണിയൊക്കെ വാങ്ങിയിട്ട് യാറം മൂടി പോരുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവുക. കഴിയുന്നവർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് പോവുക. അതൊക്കെ നമുക്ക് മനസ്സിനും ഒരു സമാധാനമൊക്കെ കിട്ടുന്നതാണ്. അവിടെ പോയി യാസീനൊക്കെ ഓതി തിരിച്ചു വരുമ്പോൾ മനസ്സിനൊക്കെ വല്ലാത്തൊരു സുഖമാണ് കിട്ടുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കുറേ പേർ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ടത്. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഞാൻ ഓതിയ യാസീൻ്റെ എണ്ണമാണ് കേട്ടോ ഞാൻ അന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾക്ക് ഓതാൻ കഴിയുക അത് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ ഓതുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നല്ലൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.